നമസ്തേ. ഛത്തീസ്ഗഡ് മനുഷ്യക്കടത്ത് കേസിന് സമാനമായ കേസ് 2022 തൃശൂർ സ്വദേശിനിയുടെ പരാതിയിൽ കേരള പോലീസ് കേസെടുത്തിരുന്നു. ഇന്നലെ കോടതി അവരെ കുറ്റവിമുക്തരാക്കി. കടത്തിയവരിൽ 18 വയസ്സിൽ താഴെയുള്ള 11 പെൺകുട്ടികളും ഉൾപ്പെട്ടിരുന്നു. പൂമല അമ്പഴക്കോട് കോൺവെന്റിലെ മദർ സുപ്പീരിയർമാർക്കെതിരെയായിരുന്നു കേസ്. അന്ന് മെഴുകുതിരി ജാഥയും രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങളും ഉണ്ടായിരുന്നില്ല. തിരുവസ്ത്രക്കാർക്ക് ന്യായ സംഹിതയിൽ പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല. കോടതിയിൽ രേഖകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കി ജാമ്യം നേടാൻ ശ്രമിക്കുന്നതിന് പകരം സഭ രാഷ്ട്രീയ കളിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അഭയ കേസ് കോടതിയിൽ നേരിടാൻ കാണിച്ച ആർജവം സഭ ഇവിടെയും കാണിക്കണം. ഫാദർ ഫ്രാങ്കോ, സിസ്റ്റർ ലൂസി എന്നിവർ കോടതിയിൽ നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭരണഘടന അനുശാസിക്കുന്ന ഉഭയസമ്മത പ്രകാരം ചെയ്തതുകൊണ്ടാണ്. കർത്താവിന്റെ മണവാട്ടിക്ക് ഇത് പാടുണ്ടോ? അച്ഛനും. തോമസ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ വേട്ടക്കാർക്കൊപ്പം നിന്ന മാഷെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. കാനഡയിലേക്ക് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത ഫാദർ ജോബി അദ്ദേഹത്തിന്റെ ആപ്പിൾ തോട്ടത്തിലെ പണിയാണ് നൽകിയത്. വേറെ ചില ആക്ഷേപങ്ങൾ നിലവിലുണ്ട്. മാന്യത കൊണ്ട് മാത്രം പരാമർശിക്കുന്നില്ല. വല്ലാതെ നിഷ്കളങ്കർ ചമയുന്ന സഭ പാവം കന്യാസ്ത്രീമാർക്ക് നിയമസംരക്ഷണം നൽകിക്കൊണ്ട് പുറത്തിറക്കുവാൻ ശ്രമിക്കണം. ശിക്ഷയുടെ കാലാവധി പരമാവധി 10 വർഷമാണ്. ഒരു തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇപ്പോഴത്തെ പ്രതിഷേധക്കാരായ രാഷ്ട്രീയക്കാരെ കാണും. അത് കഴിഞ്ഞാൽ അവർ കൈവിടും. കേരള മാപ്രകളും. കരുതലോടെ നീങ്ങൂ സഭാ നേതൃത്വമേ. ലാവണ്യയെ അറിയാമോ? തമിഴ്നാട്ടിൽ മതം മാറാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ കന്യാസ്ത്രീ വേഷധാരികളുടെ നിരന്തര പീഡനം സഹിക്കാൻ വയ്യാതെ സ്വന്തം ജീവിതം അവസാനിപ്പിച്ച വിദ്യാർത്ഥി. ഈ വിദ്യാർത്ഥിനിക്ക് വേണ്ടി ഏത് സഖാവ് പാർലമെന്റിന് മുന്നിൽ പ്ലക്കാർഡ് പിടിച്ചു നിന്നിട്ടുണ്ട്? ഈ കുട്ടിക്ക് വേണ്ടി ഏത് കോൺഗ്രസുകാരൻ പ്രതിഷേധിച്ചിട്ടുണ്ട്? ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്തേ എല്ലായിടവും നിശബ്ദത? അനീതികൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട സമൂഹമല്ല ഹിന്ദു സമൂഹം. തിരിച്ചറിവ് നേടിയതിന്റെ, തിരിച്ചറിവിന്റെ ബലത്തിൽ പ്രതികരിച്ചു തുടങ്ങിയതിന്റെ നിലവിളികളാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്ന ന്യൂനപക്ഷ പീഡന സംഘഗാനം. ഭൂരിപക്ഷത്തിനും അവകാശങ്ങളുണ്ട്. അവയും സംരക്ഷിക്കപ്പെടണം.